മസ്ക ബണ്ണിന്റെ അടുത്തെത്തി. എടപ്പാൾ ഗോവിന്ദ തിയേറ്ററിന്റെ തൊട്ടുമ്പില്ലേ. ചേച്ചി ഏതൊക്കെ ഫ്ലവർ ഉണ്ട്, എന്തൊക്കെയാണ് മസ്ക ബണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ? പിസ്താഷിയോ? ഓക്കെ, 2 ഫ്ലവർ പറയുന്നു. 2 ആളുണ്ട്, അടിപൊളിയായിക്കോട്ടെ. ഇതാ ക്യാമറ എടുത്ത് കാണിക്കൂ, ഏതൊക്കെയാണ് എങ്ങനെ ഉണ്ടാക്കണ റെസിപ്പി ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു ബണ്ണെടുത്തു, അതിൽ ബട്ടർ ക്രീം എടുത്തു, ചോക്ലേറ്റ് ഫ്ലവറിന്റെ റെസിപ്പി അവർ ചേച്ചു. എന്തോ സ്പെഷ്യൽ ഐറ്റംസ് അവർ അതിൽ ചേർത്തിട്ടുണ്ട്, അത് അവരുടെ മാത്രം റെസിപ്പിയാണ്. പിന്നെ എന്തോ റെസിപ്പി ചേർത്തിട്ടുണ്ട്, സ്പെഷ്യൽ മസ്ക ബണ്ണാണ് ഗൈസ്. അപ്പോൾ കാണുമ്പോൾ തന്നെ വീണ്ടും ബട്ടർ എടുത്തിട്ട് അതിൽ വീണ്ടും ബട്ടറൊക്കെ തേക്കുന്നുണ്ട്. ഫൈനലി ഇപ്പം എൻ്റെ കയ്യിൽ തരുമോ? ഫൈനലി എൻ്റെ കയ്യിൽ കിട്ടി ഗൈസ്. കാണുമ്പോൾ തന്നെ വയൽ വളർന്നു. കണ്ടോളൂ ഗൈസ്. എന്നാ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ കണ്ടോണ്ടിരിക്കാൻ വയ്യ. വാവ്, രക്ഷയില്ല. സൂപ്പർ. എന്തൊരു പ്രത്യേക രുചിയുണ്ട്, വെറൈറ്റി ടേസ്റ്റ്. കണ്ട കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു വീണ്ടും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തൊന്നും നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരാം. അതാ കണ്ടോ ചോക്ലേറ്റ് ഒക്കെ ഫില്ല് ചെയ്തത്. ഇവരെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഉള്ളിൽ എന്താ ഫില്ല് ചെയ്തതെന്നുള്ളതൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല ഗൈസ്. വായിൽ വെള്ളം വരികയാണ്. അപ്പോൾ ഇറാനി ചായ കയ്യിൽ കിട്ടി. ഇറാനി ചായ മസ്ക ബൺ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കേണ്ടതാണ് ഗൈസ്. വരുമ്പോൾ തന്നെ തിരക്കാണ്. കണ്ട അവർ സ്പെഷ്യൽ ചേർക്കുന്ന അവരുടെ വെറൈറ്റി ഐറ്റംസ്. ഇത് വേറെ ഫ്ലേവറാണ് ഗൈസ്, ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണ്. ഇതാ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വന്നവർ കഴിച്ചു പോകുന്നുണ്ട്, ഓരോരുത്തർ കാണുമ്പോൾ ചവിട്ടുന്നുണ്ട്. മസ്ക ബൺ മസ്റ്റ് ട്രൈ, എല്ലാവരും ഒരിക്കൽ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റംസ് ആണ് ഗൈസ്. വെറൈറ്റി ഫ്ലേവറിൽ ഇപ്പം 3 ഫ്ലേവറാണ്, നാളെ 3 ഫ്ലേവർ വേറെ വരും എന്നാണ് പറഞ്ഞത്. ഇതാ ഓരോരുത്തർ വന്നിട്ട് 3 2 4 സ്പെഷ്യൽ പാർസൽ ഓർഡർ ചെയ്യുന്നുണ്ട്. മണിയേട്ടൻ അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മണിയേട്ടനക്ക് ഇഷ്ടമായി ഗൈസ്. മണിയേട്ടന് വെറൈറ്റി ആയിട്ട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു രക്ഷയില്ല ഗൈസ്, കഴിക്കുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നുന്നതാണ്. കാരണം അവർ ഉണ്ടാക്കുന്ന അവരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഓരോരുത്തർ വന്നിട്ട് വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്ന, ചിലർ പാർസൽ ചെയ്യുന്നുണ്ട്. ഇതാ മണിയേട്ടൻ ഒന്നും കൂടി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിക്കുകയാണ്. മണിയേട്ടനക്കൊന്ന് കഴിച്ച് അത് ഇഷ്ടമായി എന്ന് തോന്നുന്നു. എന്താ ചെയ്യാ? മണിയേട്ട എന്നുണ്ട്? സൂപ്പർ. മണിയേട്ടൻ അഭിപ്രായം പറഞ്ഞ സൂപ്പർന്ന്. മണിയേട്ടൻ്റെ ഇറാനി ചായ റെഡിയാണ്. അപ്പോൾ മണിയേട്ടൻ മസ്ക ബണ്ണിൻ്റെ കൂടെ ഇറാനി ചായ കുടിച്ചു നോക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ട് നോക്കുന്നത്, എന്താണ് സ്പെഷ്യൽ ഈ ഇറാനി ചായക്ക് എന്നാണ് മണിയേട്ടൻ നോക്കുന്നത്. അപ്പോൾ മണിയേട്ടൻ ഇറാനി ചായ കുടിച്ചു, വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം തന്നെ അടുത്ത വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് വന്നിട്ട് അടുത്ത മസ്ക ബണ്ണ് ഓർഡർ ചെയ്ത്, ഞാൻ വീണ്ടും വേറെ ഫ്ലേവറിൽ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ തരാമെന്നാണ് പറഞ്ഞത്. എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു. എനിക്കുള്ളത് ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. വെറൈറ്റി ഫ്ലേവറാണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞിരുന്നത്. ഇതാ അവർ ബിസ്ക്കറ്റ് ഫ്ലേവറാണ് എനിക്കിപ്പോൾ തരാൻ പോകുന്നത്. ഒന്ന് തിന്ന് രണ്ടാമത്തെ തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർ ബണ്ണിൻ്റെ മേലെ ചേർക്കുന്ന റെസിപ്പിയിൽ ബിസ്ക്കറ്റ് റെസിപ്പിയാണ് എനിക്ക് തന്നിക്കുന്നത്. കഴിച്ചു നോക്കാം. വെറൈറ്റി അല്ലേ? കാരണം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ 2 കഴിക്കൂട്ടെ ഏതൊരാളും. അത്രയും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ്. കാരണം ഞാൻ വിചാരിച്ച് ഇതൊന്നുമില്ലത് ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാറുള്ളൂ എന്നാണ് ഗൈസ്. വെറൈറ്റി സംഭവമാണ്, സൂപ്പറാണ്. ഇതിലും ചേർത്തിക്കുന്ന റെസിപ്പിയിൽ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. കണ്ടാ എനിക്ക് കാണുമ്പോൾ തന്നെ ഇത് കൈയടിക്കാൻ തോന്നുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ ഗൈസ്. വീണ്ടും അടുത്ത ഓർഡർ ചെയ്തിട്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്.